ഹിന്ദുമതം എന്നത് സ്നേഹവും സഹാനുഭൂതിയും നിറഞ്ഞതാണ്. ഹിന്ദുക്കൾ ഒരിക്കലും ഹിംസയോ വിദ്വേഷമോ പ്രചരിപ്പിക്കുകയില്ല എന്നും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. അതിനെ വളച്ചൊടിച്ച് രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെയെല്ലാം കൊലയാളികൾ എന്ന് പറഞ്ഞു എന്നാക്കാൻ നരേന്ദ്രമോദിയും BJPയുടെ ക്രിമിനൽ IT സെല്ലും കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു. എന്നാൽ ആ പടക്കം ചീറ്റിപ്പോവുകയാണ് ഉണ്ടായത്. രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ കൊലയാളികൾ എന്ന് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് രാജ്യത്തെ 4 ശങ്കരാചാര്യന്മാരിൽ ഒരാളായ ജ്യോതിർമഠത്തിലെ ശങ്കരാചാര്യർ അവിമുക്തേശ്വരാനന്ദ സരസ്വതി. രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ ചുവട് പിടിച്ച് അവിമുക്തേശ്വരാനന്ദ സരസ്വതിയോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ കൊലയാളികളെന്നും വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർ എന്നും പറഞ്ഞിരിക്കുകയാണല്ലോ. ഇതിൽ ഹിന്ദു സമൂഹം മുഴുവനും രോഷാകുലരാണ്, BJP രോഷാകുലരാണ്. താങ്കൾ ഇരിക്കുന്ന ശങ്കരാചാര്യ പദവിക്ക് വളരെ മഹത്വമുണ്ട്. ഇതിനെക്കുറിച്ച് താങ്കളുടെ പ്രതികരണം എന്താണ്? सर ये सब सवाल है। अभी राहुल गांधी जी ने हिंदू समाज को हिंसक बताया है कि नफरत फैलाते हैं, हिंसा करते हैं। इस पर बड़ा विवाद फैला हुआ है। संत समाज नाराज है, बुद्धिजीवी नाराज है। इस बारे में आप चूंकि जिस पद पर हैं उसकी बड़ी गरिमा है, आपकी तरफ से क्या संदेश जाएगा जिन्होंने हिंदू समाज को എല്ലാ ഹിന്ദുക്കളെയും കൊലപാതകികൾ എന്ന് വിളിച്ചതിൽ എന്ന് ആ മാധ്യമപ്രവർത്തകന്റെ ചോദ്യം തന്നെ ഓർക്കണം. രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ മുഴുവനും കൊലപാതകികൾ എന്നും വിദ്വേഷം പരത്തുന്നവർ എന്നും പറഞ്ഞു. അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് ഇതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ശ്രദ്ധേയമായത്. देखिए, हमको जब कोई कहता है कि कौआ कान ले गया तो हम पहले कान पे हाथ लगाते हैं कि है कि नहीं. अगर नहीं होता है तब हम कौए के पीछे दौड़ते हैं. ഞങ്ങളോട് ആരെങ്കിലും കാക്ക ചെവി കൊത്തിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ചെവി അവിടെ തന്നെയുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുകയാണ്. ചെവി അവിടെ ഇല്ലെങ്കിൽ മാത്രമേ ഞങ്ങൾ കാക്കയുടെ പുറകെ ഓടുകയുള്ളൂ. तो जब ये बात हमको बताई गई तो हमने राहुल गांधी का पूरा प्रवचन, जो भाषण उन्होंने संसद में दिया था, उसको निकाल करके देखा. രാഹുൽ ഗാന്ധി ഹിന്ദുക്കൾക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തത് രാഹുൽ ഗാന്ധിയുടെ മുഴുവൻ പ്രസംഗവും കേൾക്കുകയാണ്. और हमने उसमें पाया कि वो तो ऐसा कह ही नहीं रहे हैं. वो तो कह रहे हैं कि हिंदू धर्म में हिंसा का स्थान ही नहीं है. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി രാഹുൽ ഗാന്ധി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, മറിച്ച് അദ്ദേഹം പറഞ്ഞത് ഹിന്ദുധർമ്മത്തിൽ ഹിംസയ്ക്ക് സ്ഥാനമില്ല എന്നാണ് എന്ന്. तो जब वो साफ कह रहे हैं कि हिंदू धर्म में स्थान नहीं है, तो फिर उनके ऊपर ये आरोप लगाना कि उन्होंने हिंदू धर्म के विपरीत कोई बात कही है, उनके आधे वक्तव्य को, अंश को निकाल करके और उसको फैला करके, ये हम समझते हैं कि अपराध है, दुष्प्रचार है और ऐसा करने वाले को दंडित किया जाना चाहिए. അങ്ങനെ രാഹുൽ ഗാന്ധി ഹിന്ദുധർമ്മത്തിൽ ഹിംസയ്ക്ക് സ്ഥാനമില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ തെറ്റായ ആരോപണം ഉന്നയിക്കുകയും അദ്ദേഹം ഹിന്ദുധർമ്മത്തിനെതിരെ പറഞ്ഞു എന്നും പറഞ്ഞ് ഫേക്ക് വീഡിയോ ക്ലിപ്പ് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതാണ് അപരാധം. ഇത്തരം അപരാധവും ദുഷ്പ്രചരണവും നടത്തുന്നവർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടത്. അത് പത്രപ്രവർത്തകരായാലും രാഷ്ട്രീയക്കാരായാലും. രാഹുൽ അങ്ങനെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹത്തിനെ ആക്രമിക്കുക എന്ന് വെച്ചാൽ चाहे वो पत्रकार और चैनल ही क्यों ना, गलत है. उस व्यक्ति ने जो बात कही ही नहीं है उसके लिए उसका विरोध करना और उसके लिए उसको दोषी बनाना सही नहीं है. അദ്ദേഹത്തെ കുറ്റക്കാരനായി വിധിക്കുക എന്ന് വെച്ചാൽ വളരെ തെറ്റായ കാര്യമാണ്. उन्होंने साफ कहा कि हिंदू ऐसा नहीं कर सकता. बहुत साफ कहा, हिंदू हिंसा नहीं कर सकता. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, ഹിന്ദു അങ്ങനെ ചെയ്യില്ല, ഹിന്ദു ഹിംസ നടത്തില്ല. अमुक पार्टी के सरकार के लोग हैं, उनको देख करके कहा कि आप लोग अपने आप को हिंदू कहते हो और हिंसा 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 नफरत फैलाते हो. तो उनका कहना केवल उस पार्टी विशेष के लिए था. അതുപോലെ തന്നെ ഭരണകക്ഷി അംഗങ്ങളെ നോക്കി അദ്ദേഹം പറയുകയും ചെയ്തു, നിങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറയുകയും അതേസമയം ഹിന്ദുധർമ്മത്തിൽ ഒരു സ്ഥാനവുമില്ലാത്ത വിദ്വേഷവും ഹിംസയും പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണെന്ന്. तो हमने वो पूरी बात देख ली, इसलिए हमारे मन में उसके लिए कोई बुराई नहीं. ഏത് ശങ്കരാചാര്യർ ആയാലും ശരിയെ ശരിയെന്ന് പറയുകയും തെറ്റിനെ തെറ്റ് എന്ന് പറയുകയും ചെയ്താൽ BJPയുടെ ക്രിമിനൽ സംഘങ്ങൾക്ക് അദ്ദേഹം രാജ്യദ്രോഹിയോ ചെകുത്താനോ ഒക്കെയായി മാറുന്ന വിചിത്രമായ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. BJPയെ പിന്താങ്ങുന്ന വളരെയേറെ പേരാണ് ഇദ്ദേഹത്തിനെതിരെ വളരെ നീചമായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അങ്ങനെ ഒരാളുടെ ട്വീറ്റ് ഇതാ കണ്ടോളൂ. ഇവരുടെ പേര് ഗായത്രി എന്ന്. അവർ ശങ്കരാചാര്യർക്കെതിരെ പറഞ്ഞത് ഇങ്ങനെയാണ്, പേര് ഭഗവാന്റെയും ജോലി സാത്താന്റെയും ആണെന്ന്. എത്ര വികലമായ മനസ്സാണ് ഈ ബയോളജിക്കൽ അല്ലാത്ത മോദി ദൈവത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എന്ന് ചിന്തിക്കാൻ കൂടി വയ്യ.